നമസ്കാരം. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ 9ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EMF ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന ടോപ്പിക്കാണ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ എങ്കിലും ഈ ചാപ്റ്ററിൽ ഇനി വരുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള ഓരോ കാര്യവും വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതാണ്. നമുക്കറിയാം എന്താണ് ഒരു സെൽ എന്നുള്ളത്. നമുക്കറിയാം അല്ലേ, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് എ സെൽ? ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് എനർജി. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഇസ് എ സോഴ്സ് ഓഫ് എനർജി. Now what are the important parts of a cell? ഒരു സെല്ലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് എന്തൊക്കെയാണ് അതും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എ പോസിറ്റീവ് ഇലക്ട്രോഡ്, എ നെഗറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് ആൻ ഇലക്ട്രോലൈറ്റ്. ഇത് മൂന്നാണ് ഒരു സെല്ലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ്. പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോഴ്സ് ഓഫ് പോസിറ്റീവ് ചാർജസ്. ലാർജ് നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ആർ കോൺസെൻട്രേറ്റഡ് at the positive electrode. Then negative electrode, where you have large number of negative charges concentrated, and these two electrodes are dipped in a solution which is known as the electrolyte. ഇതും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. Now see the picture of a cell where P denotes the positive electrode and N denotes the negative electrode, and you have an electrolyte. See, A and B are 2 points in the electrolyte. Okay, A lies close to the positive electrode, B lies close to the negative electrode. Now here the cell is said to be in open circuit. It's a new term for you. What do you mean by an open circuit? An open circuit means no current is taken from the cell. ഇപ്പോൾ ഈ സെല്ലിൽ നിന്ന് നമ്മൾ കറണ്ട് എടുക്കുന്നില്ല. എപ്പോഴാണ് നമ്മൾ കറണ്ട് സെല്ലിൽ നിന്ന് എടുക്കുക? when you connect the positive electrode and the negative electrode by means of a conductor. അല്ല, ഒരു കണ്ടക്റ്റിംഗ് വയർ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റർ ഉപയോഗിച്ചിട്ട് ഈ പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ there is current flow. Okay, we can say that current is taken, current is drawn from the cell, right? അങ്ങനെ കറണ്ട് സെല്ലിൽ നിന്ന് കറണ്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കറണ്ട് ഫ്ലോ ഒരു സർക്യൂട്ടിലൂടെ ഉണ്ടാവുന്ന സമയത്ത് അപ്പോൾ നമ്മൾ സെല്ല് സെറ്റ് ടു ബി ഇൻ ക്ലോസ്ഡ് സർക്യൂട്ട്. ഇനിയുള്ള ഡിസ്കഷനിൽ അത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നൗ ദ സെൽ ഇസ് ഇൻ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയാം, ബിക്കോസ് നോ കറണ്ട് ഇസ് ടേക്കൺ ഫ്രം ദ സെൽ. ഓക്കെ, കീപ് ഇറ്റ് ഇൻ മൈൻഡ്. നൗ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്താണ്? ദ ഇലക്ട്രോഡ് വെർ യു ഹാവ് ലാർജ് നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ്. ആ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലാണ് വി ഡിനോട്ട് ഇറ്റ് ബൈ വി പ്ലസ്. ഓക്കെ, വി പ്ലസ് ഡിനോട്ട്സ് ദ പൊട്ടൻഷ്യൽ ഓഫ് പോസിറ്റീവ് ഇലക്ട്രോഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് ദി ഇലക്ട്രോലൈറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടില്ലേ, എ എന്നുള്ള പോയിന്റ് പോസിറ്റീവ് ഇലക്ട്രോഡിന് വളരെ അടുത്തുള്ള പോയിന്റാണ്. അപ്പോൾ എയും പോസിറ്റീവ് ഇലക്ട്രോഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ സിംപ്ലി ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദി പോസിറ്റീവ് ഇലക്ട്രോഡ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ വി പ്ലസ് ബിക്കോസ് പോസിറ്റീവ് ഇലക്ട്രോഡ് ഹാസ് ലാർജ് നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ആൻഡ് ഓഫ് കോഴ്സ് വി പ്ലസ് ഇസ് ഗ്രേറ്റർ ദാൻ 0. നൗ വാട്ട് ഈസ് എ നെഗറ്റീവ് ഇലക്ട്രോഡ്? നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ഇലക്ട്രോഡ് ഹാസ് ലാർജ് നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജസ് കോൺസെൻട്രേറ്റഡ് ഇൻ ഇറ്റ്, and the negative electrode has a negative potential. It is denoted by V minus and negative potential. അപ്പോൾ V minus എന്നുള്ളത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇപ്പോൾ 4 ആണ് ഈ നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എങ്കിൽ നമ്മൾ നെഗറ്റീവ് പൊട്ടൻഷ്യലായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ -4 എന്ന് കൺസിഡർ ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡ് ആകുമ്പോൾ വെൻ യു ആർ ബ്രിങ്ങിങ് പൊട്ടൻഷ്യൽ എന്താണ് നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിനെ സംബന്ധിച്ചിടത്തോളം ദർ ആർ ലാർജ് നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ്. സോ ഇഫ് യു വോണ്ട് ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്, വർക്ക് മസ്റ്റ് ബി ഡൺ അഗെയിൻസ്റ്റ് ദ റിപ്പൽഷൻ. ഓക്കെ, പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് നമ്മളൊരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ നിന്നുള്ള റിപ്പൽഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം, റൈറ്റ്?
What is the case of a negative electrode? Negative electrode, you have large number of negative charges. When you are bringing a positive unit charge from infinity, we don't have to do work. Work will be done by the negative charges on the electrode. Okay? അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണെന്ന് പറയുന്നത്. ക്ലിയർ? സോ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ് നെഗറ്റീവ് ചാർജിനുള്ളത്. അപ്പോൾ നമ്മൾ മൈനസ് വി മൈനസ്. പക്ഷേ അതിൽ വി മൈനസ് ഇറ്റ്സ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ. Now, so V plus denotes the potential of positive electrode, V minus denotes the potential of negative electrode. Now, what does electromotive force? Electromotive force or EMF. It's a familiar term. എന്താണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്? അതായത് ഒരു സെൽ ഓപ്പൺ സർക്യൂട്ടിലായിരിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് EMF അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. Okay, it is a potential difference between the positive electrode and negative electrode of the cell in open circuit. Open circuit means എന്താ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, when no current is drawn from the cell. അപ്പോൾ സെല്ലിൽ നിന്ന് കറണ്ട് എടുക്കാത്തപ്പോൾ എന്ന് വെച്ചാൽ സെല്ലൊരു കംപ്ലീറ്റ് സർക്യൂട്ടിൻ്റെ ഭാഗമല്ലാതിരിക്കുമ്പോൾ, സെല്ല് ഒരു ഐസൊലേറ്റഡ് സെൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഓർ EMF എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഓപ്പൺ സർക്യൂട്ട് നമ്മളിപ്പോൾ പറഞ്ഞു, ഓപ്പൺ സർക്യൂട്ടിൽ I equal to 0. ദർ ഇസ് നോ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്, നോ കറണ്ട് ഇസ് ഡ്രോൺ ഫ്രം ദ സെൽ ബിക്കോസ് R is infinite. അതായത് പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും തമ്മിൽ കണക്ട് ചെയ്തിട്ടില്ല, അല്ലേ? ദർ ഇസ് നോ കണ്ടക്റ്റിംഗ് വയർ ബിറ്റ്വീൻ പോസിറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ I 0, കറണ്ട് 0 എന്നതിന് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് പറയാം ദർ ഇസ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ്. സോ ദാറ്റ് ഇസ് ദെൻ ദ സെൽ ഇസ് സെറ്റ് ടു ബി ഇൻ ഓപ്പൺ സർക്യൂട്ട്. ഇനി EMF എന്നുള്ളത് ഇറ്റ് ഈസ് electromotive force, but it is an energy. Okay, it is the energy supplied by the cell to drive unit charge around the complete circuit. അപ്പോൾ through the entire circuit ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ എത്ര എനർജിയാണ് ആവശ്യം, അത്രയും എനർജി, അതിനെയാണ് നമ്മൾ EMF എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് ദ എനർജി സപ്ലൈഡ് ബൈ ദ സെൽ ടു ഡ്രൈവ് യൂണിറ്റ് ചാർജ്. ഒരു യൂണിറ്റ് ചാർജിനെ ആ സർക്യൂട്ടിൽ മൂവ് ചെയ്യിപ്പിക്കാൻ ഹൗ മച്ച് എനർജി ഈസ് സപ്ലൈഡ് ബൈ ദ സെൽ, ദാറ്റ് എനർജി ഈസ് നോൺ ആസ് ദ EMF. ആൻഡ് ഇറ്റ് ഈസ് മെഷർഡ് ഇൻ വോൾട്ട്, denoted by E. EMF is denoted by capital E. It is measured in volt. Now, when there is no current, the electrolyte has the same potential throughout. Current illa ennu parnal endartham, there is no potential difference, alla. Whenever there is a potential difference, there is a current. Okay, appo if there is no current, that means there is no potential difference. Vera reethil parnal, the 2 points are at the same potential ennu parayam. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റിലെ ഏതെങ്കിലും 2 പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ എയും ബിയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും എന്ന് പറയും. ഓക്കെ, സോ ദ ഇലക്ട്രോലൈറ്റ് ഹാസ് ദ സെയിം പൊട്ടൻഷ്യൽ ത്രൂ ഔട്ട്. ഇലക്ട്രോലൈറ്റിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും പൊട്ടൻഷ്യലിൽ വ്യത്യാസം ഉണ്ടാവില്ല, സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും. ദെൻ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പി ആൻഡ് എൻ? ആദ്യത്തെ ഫിഗർ ഒന്ന് മനസ്സിലാലോചിക്കുക. ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, ആൻഡ് യു ഹാവ് എൻ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ പിയും എന്നും, പി എന്ന് പറയുന്ന പോസിറ്റീവ് ഇലക്ട്രോഡാണ്, എൻ ഇസ് നെഗറ്റീവ് ഇലക്ട്രോഡ്. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് കാണുക? ഇപ്പോൾ എയും ബിയും ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസസ് VA മൈനസ് VB. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് ആകുമ്പോഴോ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ V പ്ലസ് മൈനസ് നെഗറ്റീവ് ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ മൈനസ് V മൈനസ്. ക്ലിയർ? ഓക്കെ, VA മൈനസ് VB gives you the potential difference between A and B. Similarly, here the potential difference between P and N is V plus minus V minus.
Minus V minus ആണ് നെഗറ്റീവ് ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ. So you have V plus minus and minus becomes plus. V plus plus V minus. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ E. So EMF of the cell E equal to V plus plus V minus. It is always greater than 0. Okay? V plus plus V minus is always greater than 0. Now, we'll consider another term, terminal potential difference of a cell. Okay, what is the terminal potential difference of a cell? That is, when you consider the cell in a closed circuit. Closed circuit എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു? When there is current drawn from the cell. നമ്മൾ അങ്ങനെ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. അതായത് സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും കൂടി ഒരു കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക യൂസിങ് എ കണ്ടക്റ്റിംഗ് വയർ. അപ്പോൾ ആ വയറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് കറണ്ട് ഇസ് ഡ്രോൺ ഫ്രം ദ സെൽ. ആ സെല്ല് ഉപയോഗിച്ചിട്ട് ആ സർക്യൂട്ടിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള സർക്യൂട്ടിനാണ് നമ്മൾ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയാം. സോ വെൻ ദ സെൽ ഇസ് ഇൻ ക്ലോസ്ഡ് സർക്യൂട്ട്, what is the potential difference between the two poles? Two poles means the two electrodes. That is known as terminal potential difference. It is denoted by V. Okay. Now, what is internal resistance of a cell? അപ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും EMFും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. EMF is the potential difference between positive electrode and negative electrode when the cell is in open circuit. Terminal potential difference is the potential difference between positive electrode and negative electrode when the cell is in closed circuit. Okay, ആ ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ അടുത്തായിട്ട് കടക്കും. അപ്പോൾ അതിന് മുമ്പ് what is meant by internal resistance of a cell? ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. Resistance എന്താണെന്ന് നമുക്കറിയാം. It is the obstruction offered by the material to the flow of current. What is meant by internal resistance? Internal resistance must be the resistance offered by the internal part of the cell. Internal part of the cell എന്ന് പറയുന്നത് എന്താ? സെല്ലിൻ്റെ internal part എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് ആണ്. ഓക്കെ, അതായത് ഇലക്ട്രോലൈറ്റ് കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് കൊടുക്കുന്ന obstruction. Obstruction offered by the electrolyte of the cell when current flows through it. It is known as internal resistance. And it is denoted by small r. R denotes the internal resistance of the cell. അപ്പോൾ when current flows through the cell, അതായത് when cell is in closed circuit, there is a current flow. And when current flows through the electrolyte of the cell, it offers some resistance. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ സം എനർജി മസ്റ്റ് ബി സ്പെൻഡ് വിത്തിൻ ദ ഇലക്ട്രോലൈറ്റ്. ആ ഇലക്ട്രോലൈറ്റിലൂടെ കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ അവിടെയും കുറച്ച് എനർജി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ സെല്ലിൻ്റെ ഇലക്ട്രോലൈറ്റ് കറണ്ട് ഫ്ലോയ്ക്ക് കൊടുക്കുന്ന ഒബ്സ്ട്രക്ഷനെയാണ് നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർ എ ഫ്രഷ്ലി പ്രിപ്പയർഡ് സെൽ ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇസ് വെരി ലോ, ബട്ട് ആസ് വി യൂസ് ഇറ്റ് ഫോർ എ ലോങ് ടൈം ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ഒരു ന്യൂലി പ്രിപ്പയർഡ് സെല്ലിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ ആ സെല്ല് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. Now, when current flows through the circuit, some energy is spent to overcome the internal resistance. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് whenever current flows through a resistance, some energy is spent in order to overcome the resistance. അതേ രീതിയിൽ തന്നെ ഇവിടെ when current is passing through the electrolyte of the cell, to overcome the internal resistance, some energy must be spent. ഓക്കെ, ആ എനർജി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത എനർജി ഇറ്റ് ഈസ് appearing as the potential drop across the internal resistance. And potential drop as usual V equal to IR. So capital I current into small r internal resistance. So that is the energy spent across the internal resistance. Okay. So there is a potential drop across the internal resistance of the cell.
Now we'll see what is the current in the circuit if the cell has an internal resistance. Current എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇപ്പോൾ ബി ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്കിൽ ആർ ആണ് ക്യാപിറ്റൽ ആർ ആണ് റെസിസ്റ്റൻസ് എങ്കിൽ we have the relation V equal to IR using Ohm's law. So I equal to V by R അല്ലേ, നമുക്കറിയുന്ന ഇക്വേഷനാണ്. ഇനി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സെല്ലിന് ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ കറണ്ട്? Now we'll consider this circuit. See, tell me this is an open circuit or closed circuit. ഏതായിരിക്കും ഈ സർക്യൂട്ട്? ഓപ്പൺ സർക്യൂട്ട് ആണോ ക്ലോസ്ഡ് സർക്യൂട്ട് ആണോ? ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ എങ്ങനെയാണ്? പിയും എന്നും തമ്മിൽ കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല അല്ലേ, അപ്പോഴാണ് നമ്മൾ EMF മെഷർ ചെയ്തത്. ഹിയർ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സർക്യൂട്ട് ബിക്കോസ് P and N are connected with the help of an external resistance R. അല്ലേ, ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ എന്നുള്ള ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് പിയും എന്നും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. So there is a current flow. Whenever you connect the positive electrode and negative electrode with the help of a conducting material, conducting wire, you will get a current flow. So here you have a current flow. See the direction of current. It is shown by the arrow mark. Current flows out from P, the positive electrode, reaches C, then through the capital R, the resistor, through the point D, it comes to N. Is the circuit closed now? Is the current flow complete now? Does it stop at N? N-il നിന്ന് പോകുന്നുണ്ടോ? ഇല്ല. എന്താ സംഭവിക്കുന്നത്? N-il നിന്ന്, അതായത് from the negative electrode, the charges enter the electrolyte and through the electrolyte they move towards P. Okay? So what about the direction of current? Tell me the direction of current. എങ്ങനെയായിരിക്കും? From the figure it is clear that current is from P to N. Okay? P to N in the external circuit. അല്ലേ, ആ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്നിൻ്റെ അടുത്ത് ആരോ മാർക്ക് ഒന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഫിഗറാണ്, എന്നിലേക്കാണ് വരുന്നത്. ഓക്കെ, ഫ്രം P to N, ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദി സെൽ അല്ലേ, അതിനാണ് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ട് എന്ന് പറയുക. അതായത് C to D, കറണ്ട് ഫ്ലോസ് ഫ്രം C to D or P to N in the external circuit. ഇനി ഇൻറ്റേർണൽ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിൽ എങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാവുക? ദാറ്റ് ഇസ് ഫ്രം N to P. സോ വിതിൻ ദ ഇലക്ട്രോലൈറ്റ് കറണ്ട് ഫ്ലോസ് ഫ്രം N to P, N to B to A, then to P. Okay, so within the electrolyte it is from N to P, and in the external circuit or outside the electrolyte it is from P to N. So the circuit is closed. Okay, now what is the potential difference between P and N now? നേരത്തെ നമ്മൾ കണ്ടു പിയും എന്നും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V പ്ലസ് V മൈനസ് എന്നാണ് നമുക്ക് കിട്ടിയത്. അതിനാണ് നമ്മൾ EMF E എന്ന് ഡിനോട്ട് ചെയ്തത്. Now you are going to find out the PD between P and N when current is taken from the cell. How will you find out the PD? So it is denoted by capital V. The PD between P and N, capital V, equal to, എങ്ങനെ കണ്ടുപിടിക്കാം? PD between P and A plus PD between A and B plus PD between B and N. അല്ല, ആ ഫിഗർ നോക്കിയാൽ നമുക്ക് വളരെ കറക്റ്റായിട്ട് മനസ്സിലാവും. പിയും എന്നും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കിട്ടും? പിയും എയും തമ്മിലുള്ള PD പ്ലസ് എയും ബിയും തമ്മിലുള്ള PD പ്ലസ് ബിയും എന്നും തമ്മിലുള്ള PD. ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിയും എയും തമ്മിലുള്ളത് V പ്ലസ്, നേരത്തെ പറഞ്ഞാണ് P is a positive potential V plus. What is PD between A and B? It is minus I into R. നേരത്തെ ഓപ്പൺ സർക്യൂട്ടിൽ എയും ബിയും ഒരേ പൊട്ടൻഷ്യലാണെന്ന് പറഞ്ഞിരുന്നു. വെൻ ദർ ഇസ് നോ കറണ്ട് A and B are at the same potential. അത് തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കറണ്ട് ഫ്ലോ വന്നപ്പോൾ എയും ബിയും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? I into
R, where small r is the internal resistance of the cell. അതായത് ഇലക്ട്രോലൈറ്റിലൂടെ ചാർജ് എന്നിൽ നിന്ന് ബിയിലൂടെ എയിലേക്ക് അതുവഴി പിയിലേക്ക് എത്താൻ എത്രമാത്രം എനർജി സ്പെൻഡ് ചെയ്തു. ഓക്കെ, അതാണ് പി ഡി അക്രോസ് എ ആൻഡ് ബി, പി ഡി ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. So it is taken as minus IR, where negative sign because current flow is from B to A or N to P. അതായത് എക്സ്റ്റേണൽ സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോലൈറ്റിലുള്ള കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് സൈൻ എടുത്തത്. പ്ലസ് വി മൈനസ്. വാട്ട് ഇസ് വി മൈനസ്? പി ഡി ബിറ്റ്വീൻ ബി ആൻഡ് എൻ. Okay, so the PD between P and N is equal to V plus minus IR plus V minus. Okay, where V plus is the potential of positive electrode, V minus is the potential of negative electrode, IR is the potential drop in the electrolyte, or it is the energy spent within the electrolyte in order to overcome its resistance, and the negative sign is taken because the direction of current is from N to P within the electrolyte. It is opposite to the direction of current in the external circuit. So we have V equal to V plus V minus IR. അതിൽ നമുക്കറിയാം V plus V minus, that is EMF of the cell denoted by E. So V equal to E minus IR. It's a very important relation. Note that relation. V equal to E minus IR. V is the terminal potential difference. E is the EMF. I current. Small r internal resistance of the cell. Now by Ohm's law we know V equal to IR. Substitute that. So IR equal to E minus IR, or E equal to IR plus IR. Okay, അതിൽ നിന്ന് you can write E equal to I into R plus R. E EMF ആണ്, then I common ആയിട്ട് പുറത്തേക്ക് എടുത്തു, so I into R plus R, and from that you will get I equal to E by R plus R. Another important relation, ഒരേ കാര്യത്തിൽ നിന്ന് കിട്ടുന്ന ഡിഫറെൻറ്റ് ഫോം എന്ന് തന്നെ പറയാം. സോ ദ കറൻറ്റ് ഫ്ലോയിങ് ഇൻ ദ സർക്യൂട്ട് ഇസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ, വെർ ഇ ഇസ് ദി EMF of the cell. Then what about R plus R? Capital R is the external resistance and small r is the internal resistance. So when we consider the cell in a closed circuit, the total resistance of the circuit is given by R plus the internal resistance. That means when you consider the cell in the closed circuit, the internal resistance comes in series with the external resistance. അതല്ലേ, അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം R plus R എന്ന് പറയുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. I കറണ്ട് ആണ്, then EMF എന്ന് പറയുന്നത് ഇതിൻ്റെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. അപ്പോൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസും ഇൻറ്റേർണൽ റെസിസ്റ്റൻസും ചേർന്നിട്ടുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി സീരീസിലാണ് എന്ന രീതിയിലാണ്. ഓക്കെ, സോ ദി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സർക്യൂട്ട് കംസ് ഇൻ സീരീസ് വിത്ത് ദി എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമ്മളൊരൊറ്റ സെല്ല് മാത്രം ഉൾപ്പെടുന്ന ഒരു സർക്യൂട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ കൂടുതൽ സെല്ല് വരുമ്പോഴുള്ള സിറ്റുവേഷൻ അത് വേറെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ ഒരു സെല്ല് മാത്രം ഉള്ള ഒരു സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് സീരീസിൽ വരുന്ന രീതിയിലാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുക. ഓക്കെ, സോ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഇസ് ഗിവൺ ബൈ ഇ ബൈ ആർ പ്ലസ് ആർ. ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് സ്മോൾ ആർ ആണ്. ഇനി ഇതിൽ നിന്ന് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനൊരു ഇക്വേഷനും കൂടി ഇതിൽ നിന്ന് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എഴുതി നോക്കാം. അപ്പോൾ വി ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ എന്നുള്ള റിലേഷൻ, വി ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, then E EMF, I current, small r internal resistance. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആണ് ഒരു കാര്യം, that is terminal potential difference is always less than the EMF. Okay, V equal to E minus IR. EMFിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എത്രമാത്രം കുറവായിരിക്കും? ബൈ an amount equal to PD across the internal resistance of the cell.
ഓക്കെ, ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിന് അക്രോസുള്ള പി ഡി എത്രയാണോ അത്രയും കുറവായിരിക്കും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ അത് ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയും. അപ്പോൾ ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇസ് നോൺ ആസ് ദി ലോസ്റ്റ് വോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇത് ആക്ച്വലി ഇറ്റ്സ് എ വേസ്റ്റേജ് ഓഫ് എനർജി. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അത്രയും എനർജി അവിടെ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പിനെ ലോസ്റ്റ് വോൾട്ട് എന്ന് പറയുന്നത്. മറ്റൊരു പോയിന്റ്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് മെഷർഡ് ഇൻ ക്ലോസ്ഡ് സർക്യൂട്ട് വൈൽ EMF ഇസ് മെഷർഡ് ഇൻ ഓപ്പൺ സർക്യൂട്ട്. ഇത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്ന പോയിന്റ്സ് ആണ്. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്ലോസ്ഡ് സർക്യൂട്ടിലാണ് മെഷർ ചെയ്യുന്നത്. EMF ഇസ് മെഷർഡ് ഇൻ ഓപ്പൺ സർക്യൂട്ട്. വേണമെങ്കിൽ ഒരു പോയിന്റും കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് ചേർക്കാം. അതായത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ, അല്ലേ? V = E - IR എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വൈൽ EMF ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ. Now we'll see on what all factors the internal resistance of a cell may depend upon. First point, it depends on common area of electrodes immersed in the electrolyte. How is it depending upon that area? Inversely proportional to area. That is, as the area increases, the internal resistance decreases. Second point, it depends on separation between the electrodes. Larger the separation, higher the value of internal resistance. So as the separation increases, the charges will have to travel a long path, so naturally internal resistance will increase. Then third point, it depends on concentration and temperature of electrolyte. It increases with increase in concentration and decreases with increase in temperature. Fourth point, it depends on nature of electrolyte. Means internal resistance of the cell depends on the nature of the electrolyte. That means greater the conductivity of the electrolyte, lesser is the value of internal resistance. Means as the conductivity of electrolyte increases, naturally the resistivity decreases or resistance will decrease. So internal resistance of a cell depends on these four factors. Okay, clear? അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ സെൽ, EMF ഓഫ് എ സെൽ, ദെൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഈ കാര്യങ്ങൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.